വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Praise the Lord. എല്ലാ ദൈവമക്കളെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ എത്രയധികമായി സ്നേഹിക്കുന്നു, എത്രയോ ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നു. നാം എപ്പോഴും അനുഗ്രഹിക്കപ്പെടണം, ജീവനിലേക്ക് കടന്നു വരണം എന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറുമ്പോൾ മാത്രമാണ് ദൈവത്താൽ നടത്തപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകുക. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. നമ്മെയും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം തലമുറകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളെ അടച്ച്, കർത്താവേ, നീ വരെ തൊടണമേ, നീ വരെ സ്പർശിക്കണമേ, തിരുവചനത്തിലൂടെ നീ ഇവരോട് സംസാരിക്കണമേ, തിരുവചനത്തിലൂടെ നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. തെറ്റുകളെ കണ്ടെത്തി അത് ഉപേക്ഷിക്കുവാൻ, വിശുദ്ധിയെ തിരഞ്ഞെടുക്കുവാൻ, ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുക്കുവാൻ, പാപകരമായതിനെ തള്ളിക്കളയുവാൻ യേശുവേ നാഥ ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹം കൊടുക്കണമേ, നിത്യതയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹം കൊടുക്കണമേ. പ്രത്യാശയുള്ളവരാക്കി ഈ മക്കളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിരാശയുടെ വാക്കുകളും ചിന്തകളും മാറിപ്പോകട്ടെ. നിത്യതയോടുമായുള്ള ബന്ധത്തിൽ ശ്രേഷ്ഠമായി ഇതിനെ തിരഞ്ഞെടുക്കുവാൻ,
അനുനിമിഷം അനുദിനം ജീവിതയാത്രയിൽ നിന്നോട് ചേർന്ന് ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാൻ ഈ മക്കളെ ഓരോരുത്തരും തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, നീ ഇവരെ സഹായിക്കണമേ. സഹായകനായ പരിശുദ്ധാത്മാവയുടെ കൂടെ ഇരിക്കണമേ. നീ ഇവരെ ഉപദേശിക്കണമേ, വഴി നടത്തണമേ, കൂടെയായിരിക്കണമേ. നിങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, വിശുദ്ധ തോമാശ്രീയായി കൃത്യമായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കും? എപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും കടന്നു പോകുവാൻ അവസരം കിട്ടിയവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ദൈവവുമായി ബന്ധപ്പെട്ട്, ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ നമുക്കൊന്ന് ചിന്തിക്കാം. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം അതിലെ 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: അനുഗ്രഹവും ശാപവും ജീവനും മരണവും നിന്റെ മുൻപിൽ ഞാനിതാ വയ്ക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാനിതാ നിന്റെ മുൻപിൽ വയ്ക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവനെ തെരഞ്ഞെടുക്കുക എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിനുള്ള അവസരവും തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യനു നൽകി എന്നുള്ളതാണ്. ഇവിടെ തിരുവചനത്തിലൂടെ പറയുകയാണ്, നിന്റെ മുൻപിൽ അനുഗ്രഹം വയ്ക്കുന്നു, നിന്റെ മുൻപിൽ ശാപമേ വെക്കുന്നു. ജീവനും മരണവും നിന്റെ മുൻപിൽ ഞാൻ വയ്ക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ നല്ലവനായ ദൈവം ഇതാ നമുക്ക് ഒരു അവസരം തന്നിരിക്കുക. എന്നിട്ട് വീണ്ടും ആ വചനഭാഗത്തിലൂടെ തന്നെ കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം പറയുക, നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന്, നീയും നിന്റെ തലമുറകളും ജീവിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നീയും നിന്റെ തലമുറകളും അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുക്കുക. നീ ജീവനെ തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തിനാണ്? നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറകൾക്കും, ജനിക്കാനിരിക്കുന്ന അനേക തലമുറകൾക്ക്, അനേക ജനതകൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ നീ അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കണം. നീ ജീവനെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
ദൈവത്തിൻ്റെ ആഗ്രഹവും കൂടി ഇവിടെ പറയുന്നുണ്ട്. എങ്കിലും നിനക്ക് തെരഞ്ഞെടുക്കാം, രണ്ടും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദിമ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ആദവും ഹവ്വായ്ക്കും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ അവർ നിൽക്കേണ്ടതായിട്ട് വന്നു. സാത്താൻ ഒരു പഴം കാണിച്ചപ്പോൾ അത് കാണാൻ ആകർഷണമുള്ളതായിട്ട് അവർക്ക് കണ്ടു, അതിന് മധുരമുള്ളതായിട്ട് അവർക്ക് തോന്നി, തിന്നാൽ നല്ലതാണെന്ന് അവർക്ക് മനസ്സിലായി. തിന്നു കഴിഞ്ഞാൽ ദൈവത്തെ പോലെയാകുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട്, മനസ്സിലായത് കൊണ്ട് അവരെന്ത് ചെയ്തു? അത് തിരഞ്ഞെടുത്തു. ദൈവം പ്രത്യേകം പറഞ്ഞതാ, ഇത് പറിക്കരുത്. മനുഷ്യവർഗം ചെയ്ത ആദ്യത്തെ ആ തെരഞ്ഞെടുപ്പിലൂടെ, ആദ്യത്തെ പ്രവൃത്തിയിലൂടെ എനിക്കിഷ്ടമുള്ളത് ഞാൻ തിരഞ്ഞെടുക്കും, ഇഷ്ടമുള്ളതിനെ ഞാൻ എടുക്കും എന്നുള്ള ആ ദാർഢ്യ മനോഭാവം, അതിലൂടെയാണ് പ്രിയമുള്ളവരെ മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ ആരംഭിച്ചത്. എല്ലാ മനുഷ്യവർഗത്തിലേക്കും പാപം കടന്നുപോയത് അതുവഴിയാണ്. ഒരുവന്റെ പാപം വഴി അനേകര് പാപികളായി മാറി എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുക. ഇത് കേൾക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഇന്ന് ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോയാൽ, തെറ്റായിപ്പോയാൽ, പരാജയപ്പെട്ടു പോയാൽ അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും കൊച്ചുമക്കളെയും വരാനിരിക്കുന്ന അനേകം തലമുറകളെ അത് ബാധിക്കുന്ന പ്രശ്നമാണിത്. അതുകൊണ്ടാണ് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നത്, നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവനെ തെരഞ്ഞെടുക്കുക എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ മനുഷ്യന് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലതെന്ന് തോന്നുന്നത്, എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നത്, എൻ്റെ മനസ്സ് നല്ലതെന്ന് പറയുന്നത് എന്താണോ അത് തിരഞ്ഞെടുക്കാനാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കണ്ണുകൊണ്ട് ആകർഷിക്കപ്പെടുന്നത്, കാതുകൊണ്ട് നല്ലതെന്ന് കേൾക്കുന്നത്, നാവ് കൊണ്ട് നല്ലതെന്ന് രുചിക്കുന്നത്, അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, രുചിക്കുമ്പോൾ, സ്പർശിക്കുമ്പോഴെല്ലാം അതിലൂടെ എൻ്റെ മനസ്സിന് നല്ലതെന്ന് തോന്നുന്നത് ഞാനങ്ങ് തിരഞ്ഞെടുക്കുക. ഇവിടെ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതമോ ദൈവ ഇഷ്ടമോ ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പലതിനും നന്മയുടെ സാദൃശ്യം എപ്പോഴും കാണും, നന്മയുടെ ഒരു പ്രതീകം എപ്പോഴും കാണും. നന്മ എന്ന ഒരു കടലാസ് കൊണ്ടായിരിക്കാം അതെല്ലാം എപ്പോഴും പൊതിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് നല്ലതായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. ആദത്തിന് അങ്ങനെയാണ് കണ്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുക, അബ്രഹാമും സഹോദരപുത്രനായ ലോത്തും ഇവരൊന്നിച്ചാണ് കൽദയ പട്ടണമായ ഊറിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. ദൈവം പറഞ്ഞ ദേശത്തേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നതിനിടയിൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദര ലോത്തേ, ദേശം മുഴുവൻ നിന്റെ മുൻപിലുണ്ടല്ലോ, ദേശം മുഴുവൻ ഇതാ നിന്റെ മുൻപിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം.
തൻ്റെ മുൻപിലുള്ളതെല്ലാം തനിക്ക് അവകാശമായിരിക്കെ, ഇത് മുഴുവൻ തൻ്റേതായിരിക്കെ ഏത് തിരഞ്ഞെടുക്കുവാനും അവകാശമുണ്ടായിരിക്കെ തന്നെ അബ്രഹാം എന്നാ ചെയ്തു? അവൻ സ്വയം തിരഞ്ഞെടുക്കാതെ ഇഷ്ടപ്പെട്ടത് മുഴുവൻ തിരഞ്ഞെടുക്കാനുള്ള ആദ്യത്തെ അവസരം സഹോദരന് കൊടുത്തു, ലോത്തിന് കൊടുത്തു എന്നുള്ളത് ഇതൊരു വിശ്വാസിക്കേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇതാണ് ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ബൈബിൾ എന്താ പറയുന്നത്? ഈ ലോത്ത് തൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ സ്ഥലമെല്ലാം കണ്ടപ്പോൾ തൻ്റെ മുൻപിൽ കിടക്കുന്ന ജലപുഷ്ടിയായ ആ മണ്ണ്, ആ സമതലം, യോർദാൻ സമതലം മുഴുവൻ നല്ല ജലപുഷ്ടിയുള്ളതാണെന്നും കൃഷി ചെയ്താൽ നല്ല ആദായമുണ്ടാകുമെന്നും അവൻ കണ്ടു. അപ്പോൾ അവൻ അത് തിരഞ്ഞെടുത്തു. തൻ്റെ മുമ്പിൽ നല്ല വിളവ് സമൃദ്ധമായ ജലപുഷ്ടിയുള്ള നല്ല കൃഷിയിടം തന്നെ നോക്കി. ഇതാ പ്രിയമുള്ളവരെ, ലോത്ത് ആദ്യം അത് തിരഞ്ഞെടുക്കുക. ദൈവം അബ്രഹാത്തോട് അപ്പോൾ സംസാരിക്കുക. പ്രിയമുള്ളവരെ, അബ്രഹാത്തോട് ദൈവം ഇങ്ങനെ പറയുകയാണ്, അബ്രഹാമേ, നീ കാണുന്ന ദേശം മുഴുവൻ നിനക്കും നിന്റെ സന്തതികൾക്കും ഞാനിതാ നൽകുന്നു. നീ കാണുന്ന ഈ ദേശം മുഴുവൻ നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാനിതാ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോത്ത് തനിക്കുള്ള സ്ഥലം, ദേശം, പ്രോപ്പർട്ടി സ്വയം തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം സ്വയം തിരഞ്ഞെടുക്കാൻ നിന്നില്ല. അവന് ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം സ്വയം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്കാൾ എപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന സ്ഥലമായിരിക്കും എപ്പോഴും നല്ലത്. പിന്നീട് ചരിത്രം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലമാണ് സോദോം ഗോമോറ എന്ന സ്ഥലമായിട്ട് പിന്നീട് മാറിയത്. ആ സ്ഥലത്തെ ദൈവം അഗ്നിയിറക്കി നശിപ്പിച്ചു. അത് ചാവുകടലായി പിന്നീട് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഈ ലോത്തിന് ആ സോദോം ഗോമോറയിൽ അവന് താമസിക്കാൻ പറ്റിയില്ല. അവൻ അവിടുന്ന് വലിച്ചെറിയപ്പെട്ടു, അല്ലെങ്കിൽ അവിടുന്ന് ഓടിക്കപ്പെട്ടു. അവൻ വേറൊരു ഗുഹയിൽ വന്ന് താമസിച്ചു. ആ ഗുഹയിലും അവനോട് താമസിക്കാൻ പറ്റിയില്ല. അവൻ്റെ തലമുറകൾ ഒക്കെ പിന്നീട് നശിച്ചു പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുക്കാനുള്ള ഒരവസരം ഇതാ ലോത്തിൻ്റെ മുൻപിൽ കിട്ടിയപ്പോൾ അവൻ്റെ കണ്ണുകൾ കൊണ്ട് നല്ലതെന്ന് തോന്നി. അവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതിനെ അവൻ തിരഞ്ഞെടുത്തു. എന്നാൽ ആ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവന് ദീർഘകാലം ചെലവഴിക്കാൻ അവന് പറ്റിയില്ല. മഹാപാപികളുടെ ഇടയിൽ അവന് താമസിക്കേണ്ടി വന്നു. അവിടെ ദൈവം അഗ്നി ഇറക്കി നശിപ്പിക്കപ്പെടേണ്ടതായിട്ട് വന്നു. അവിടുന്ന് ഓടിക്കപ്പെടേണ്ടതായിട്ട് വന്നു. തൻ്റെ ഭാര്യ അതുവഴി ഇടയ്ക്ക് വെച്ച് മരിക്കേണ്ടതായിട്ട് വന്നു. തൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകേണ്ടതായിട്ട് വന്നു. എല്ലാത്തിൻ്റെ കാരണം അവൻ്റെ സ്വയ തിരഞ്ഞെടുപ്പ്. എന്നാൽ അബ്രഹാത്തെ നോക്കൂ, അബ്രഹാം തിരഞ്ഞെടുക്കാൻ പോയില്ല. പിന്നെയോ ദൈവം കൊടുത്തതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ദൈവം കൊടുത്തതിനെ അവൻ സ്വീകരിച്ചു. അബ്രഹാത്തിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ആ തലമുറയിൽ ഇതാ യേശുക്രിസ്തു ജനിച്ചു. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയിലൂടെ ഞാനും നിങ്ങളും രക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് ഇതാ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? അനുഗ്രഹം തിരഞ്ഞെടുക്കുവോ, ശാപം തിരഞ്ഞെടുക്കുവോ? നമ്മൾ ശാപം എന്ന് എഴുതിയൊരു സാധനം തിരഞ്ഞെടുക്കുകയല്ല ഒരിക്കലും. പക്ഷേ ശാപത്തിൻ്റെ പുറത്ത് അനുഗ്രഹത്തിൻ്റെ പ്രതീകമായ പലതും കാണും. ആ നന്മ കണ്ടിട്ടായിരിക്കാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്.
തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ മരണത്തിലേക്ക്, നാശത്തിലേക്കായിരിക്കും പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ പല നന്മയും തിന്മയും വരുമ്പോൾ, അനുഗ്രഹവും ശാപവും കടന്നു വരുമ്പോൾ, നിത്യജീവനും മരണത്തിലേക്കും നയിക്കുന്നത് ചില ഘടകങ്ങൾ മുൻപിൽ കടന്നു വരുമ്പോൾ ഏതിനെ തിരഞ്ഞെടുക്കും? ഇതിലേതാ തിരഞ്ഞെടുക്കേണ്ടത്? ഏതാണ് ശരി, ഏതാണ് തെറ്റ്? എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം നൽകും. ദൈവത്തോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് അവന് പരിജ്ഞാനം കിട്ടും. പരിശുദ്ധാത്മാവ് ജ്ഞാനം തരും. ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ജ്ഞാനം കിട്ടും. ശരിയേത്, തെറ്റേത്, നന്മയേത്, തിന്മയേത്, അനുഗ്രഹത്തിലേക്ക് പോകുന്നത്, ശാപത്തിലേക്ക് പോകുന്നത് എന്ത്, നമ്മുടെ ഭാവിക്ക് ഉതകുന്നത് എന്ത്, ഭാവിയിൽ തകർച്ചയിലേക്ക് നയിക്കുന്നത് എന്ത്, എല്ലാം നിനക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ ജ്ഞാനം വഴി വെളിപ്പെടുത്തി തരും. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവജനമേ, ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പിനകത്ത് നാളത്തെ നിങ്ങളുടെ അനുഗ്രഹമോ ശാപമോ ഇരിപ്പുണ്ട്. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് യഹൂദന്മാരെല്ലാം പറഞ്ഞു, ബറാബാസിനെ ഞങ്ങൾക്ക് തരിക, യേശുവിനെ കുരിശിൽ തറയ്ക്കുക എന്ന്. ആ ജനം മുഴുവൻ, യഹൂദ ജനം മുഴുവൻ ബറാബാസിനെ തെരഞ്ഞെടുത്തു, യേശുവിനെ കൈവിട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബറാബാസിനെ തെരഞ്ഞെടുത്ത യഹൂദ ജനം പിന്നീട് ചിതറിക്കപ്പെട്ടത് കണ്ടു. പട്ടാളം, ഇതാ റോമൻ സൈന്യം മുഴുവൻ യെരൂശലേം പിടിച്ചടക്കി, യഹൂദന്മാരെ പീഡിപ്പിച്ചു. പീഡ സഹിക്കവയ്യാതെ യഹൂദര് മുഴുവൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു. അതെ, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? യേശുവിനെ തിരഞ്ഞെടുക്കുവോ? അനുഗ്രഹത്തിന് പ്രതീകമായ, വിശുദ്ധിയുടെ പ്രതീകമായ, നിത്യജീവന്റെ പ്രതീകമായ യേശുവിനെ തിരഞ്ഞെടുക്കുവോ? പാപത്തിൻ്റെ, അശുദ്ധിയുടെ, നിത്യനാശത്തിൻ്റെ, മരണത്തിൻ്റെ പ്രതീകമായ സാത്താനെ നിങ്ങൾ തിരഞ്ഞെടുക്കുവോ? ഇന്നത്തെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെ? അങ്ങനെ ഇരിക്കും നാളത്തെ നിങ്ങളുടെ ജീവിതം. ഇന്നത്തെ തിരഞ്ഞെടുപ്പിനകത്ത് നാളത്തെ തലമുറകളുടെ നിങ്ങളുടെ അനുഗ്രഹം ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ശാപം ഇരിപ്പുണ്ട്. അനുഗ്രഹമോ ശാപമോ ഏത് തിരഞ്ഞെടുക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെയും അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, നല്ലത് തിരഞ്ഞെടുക്കാനുള്ള വിവേകം നൽകണമേ. പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കരുവാനും സ്നേഹിതയുമായി നല്ല ദൈവമേ കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, നല്ലത് തിരഞ്ഞെടുക്കുവാൻ, ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുവാൻ, നീയുമായി ബന്ധപ്പെട്ട്, ദൈവവചനവുമായി ബന്ധപ്പെട്ട്, ആധ്യാത്മികവുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠമായി ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവിക കാഴ്ചപ്പാട് നൽകണമേ. ലോത്ത് തനിക്ക് ഇഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുത്ത് അവൻ നാശത്തിലേക്ക് പോയതുപോലെ, അബ്രഹാം ദൈവം നൽകിയതിനെ തിരഞ്ഞെടുത്ത്, ദൈവം നൽകിയതിനെ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലോക സുഖങ്ങള്, ജഡീയ താല്പര്യങ്ങള്, ജഡീയ ആസക്തികള്, അശുദ്ധികള്, ലോകത്തിന്റെ സുഖങ്ങള്, ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, അതിനെ തിരഞ്ഞെടുക്കാതെ, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനപ്പുറത്ത് കാണാത്ത നിത്യജീവന് വേണ്ടി വിശുദ്ധിയെ തിരഞ്ഞെടുക്കുവാൻ, അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നീ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളും ഈ ഇരു കരങ്ങളെയും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അന്ധത, അജ്ഞാനത എല്ലാം വിട്ടുമാറട്ടെ. അജ്ഞതകൾ വിട്ടുമാറട്ടെ. ഓ, ബുദ്ധി പ്രകാശിക്കപ്പെടട്ടെ. ജ്ഞാനത്തിന്റെ വരം കൊണ്ട് നിറയട്ടെ. ജ്ഞാനത്തിന്റെ ആത്മാവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ, കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹത്തിന്റെ അവകാശികളായി മാറുവാൻ, അനുഗ്രഹത്തെ തെരഞ്ഞെടുക്കുവാൻ, വിശുദ്ധിയെ തെരഞ്ഞെടുക്കുവാൻ, ദൈവവചനത്തെ തെരഞ്ഞെടുക്കുവാൻ കൃപ കൊടുക്കണമേ, കൃപ കൊടുക്കണമേ. ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ പോകുവാൻ, ചീത്ത കൂട്ടുകെട്ടുകൾ പിന്നാലെ പോകുവാൻ ഇവരെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ മേരി മാതാവേ, അമ്മ ദൈവഹിതത്തെ തെരഞ്ഞെടുത്തതുപോലെ ദൈവഹിതത്തെ തെരഞ്ഞെടുക്കുവാൻ ഉള്ള ജ്ഞാനം, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഇവർക്ക് ഓരോരുത്തരും നൽകണമേ എന്ന് പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ